എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ മെയ് 16-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ SSLC പരീക്ഷ ജയിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും, നിങ്ങൾ ഈ ഒരു +1-ന് സയൻസ് വേണോ, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കണോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കണോ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം എന്നിങ്ങനെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിലവിൽ 3 ടൈപ്പ് ഗ്രൂപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് സയൻസ് ഗ്രൂപ്പാണ്, ഒന്നാമത്തെ സയൻസ്, രണ്ടാമത്തേത് കൊമേഴ്സ് ഗ്രൂപ്പാണ്, പിന്നീടുള്ളതാണ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്രൂപ്പ് വരുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഈ ഒരു രീതിയിലാണ് കോഴ്സുകൾ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ അതായത് എങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ഒരു +2-ന് ശേഷം എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര % മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, D+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിനോ അല്ലെങ്കിൽ ഒരു 2 വിഷയത്തിനൊക്കെ D+ ഉണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ സയൻസ് കിട്ടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ WGPA അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകൾ നൽകുന്നത്. അതുപോലെ നിങ്ങൾ എത്ര സ്കൂളുകളിൽ എത്ര കോഴ്സുകളിലേക്ക് ഓപ്ഷൻ നൽകി എന്നുള്ളതൊക്കെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, അതുപോലെ ഏത് ഗ്രേഡാണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലൊക്കെ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സയൻസ്, അതുപോലെ കൊമേഴ്സ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ച ശേഷം പിന്നീട് തുടർ പഠനം നിങ്ങൾക്ക് ഏത് കോഴ്സുകളിലേക്ക് ചെയ്യാം എന്നുള്ളതനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഏത് കോഴ്സുകൾ പഠിക്കുന്നുവോ ആ ഒരു എല്ലാവിധ കോഴ്സുകളും ഒരു ബയോളജി സയൻസ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബയോളജി സയൻസ് എന്തിന് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് +2-ന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ, അതായത് നീറ്റ് പരീക്ഷ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള BPharm കോഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളോ പഠിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആണ് താല്പര്യം, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റൊക്കെ ആവാനാണ് താല്പര്യം, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സാണ് സയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ഗ്രൂപ്പിൽ തന്നെ പല വിഭാഗത്തിലുള്ള കോമ്പിനേഷനുകൾ ഉണ്ട്. അപ്പോൾ സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്നതുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വരുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പല കോമ്പിനേഷനുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ, അതായത് നീറ്റ് പരീക്ഷയൊക്കെ എഴുതാനായിട്ട് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഡോക്ടർ ആവാനൊക്കെയാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ബയോളജി സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. ഈ ഒരു കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് 1 നമ്പറാണ് ഈ ഒരു കോഴ്സിൻ്റെ കോഡ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എഞ്ചിനീയറിംഗ് മാത്രമാണ് അല്ലെങ്കിൽ BPharm മാത്രമാണ് പഠിക്കാൻ താല്പര്യം +2-ന് ശേഷം എങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ പൈലറ്റ് ആവാനാണ് താല്പര്യം ഉള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ താല്പര്യം ഇല്ല എങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസും എടുക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് വരിക. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ പോകാൻ സാധിക്കും. അതായത് കീം പരീക്ഷയൊക്കെ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അതായത് +2-ന് ശേഷം എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചാണ് കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയോടെയാണ് താല്പര്യം ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിൽ തന്നെ, അതായത് ഈ ഒരു കൊമേഴ്സ് തന്നെ 2 തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ, അതായത് ഫിനാൻസിങ് ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതായത് ഈ ഒരു BComൽ തന്നെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്, ഏതൊക്കെ കോമ്പിനേഷനുകളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് ലിസ്റ്റിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു, അതായത് ഇവിടെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് വരുന്ന ആ ഒരു സബ്ജക്റ്റാണ് ഈ ഒരു കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം 36, അതായത് ഈ ഒരു കോഴ്സ് കോഡ് നമ്പർ 36 മുതൽ ഈ ഒരു 39 വരെ വരുന്ന ആ ഒരു സബ്ജക്റ്റുകളാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അധിക സ്കൂളുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്, അതായത് 39-ാം നമ്പറുള്ള ആ ഒരു കൊമേഴ്സ് ഗ്രൂപ്പാണ് കാണാറുള്ളത്. അപ്പോൾ ഓരോ സ്കൂളുകളിലും ഈ ഒരു കോമ്പിനേഷനിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയോടെയാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ ആ ഒരു ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക്
BA ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ടീച്ചേഴ്സൊക്കെ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് എടുത്തു കഴിഞ്ഞാലും ഇതേ രീതിയിൽ ലാംഗ്വേജ് ടീച്ചേഴ്സൊക്കെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ് കോഴ്സുകൾ ഓപ്ഷനായിട്ട് വെക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇത്ര മാർക്ക് മാത്രമേ ഉള്ളൂ, അതായത് എനിക്ക് മാർക്ക് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഹ്യൂമാനിറ്റീസ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ഓപ്ഷൻ മാത്രം വെക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് അഥവാ സയൻസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് പിന്നീട് തുടർ പഠനത്തിന് സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ സയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഡോക്ടർ ആവാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ബയോളജി സയൻസ് എടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവാനായിട്ട് സാധിക്കില്ല. ഈ ഒരു സയൻസ് പഠിച്ചിട്ട് അതിൽ മികച്ചൊരു മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ഉള്ള തുടർ പഠനങ്ങൾക്ക് അത് സഹായകമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് സയൻസും അതുപോലെ കൊമേഴ്സും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും കമ്പ്യൂട്ടർ സയൻസിനൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഓപ്ഷൻ വെക്കരുത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം അതനുസരിച്ചിട്ടാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ 1 A+ ആയിരിക്കും, അല്ലെങ്കിൽ 2 A+ ആയിരിക്കും, അല്ലെങ്കിൽ 5 A+ ആയിരിക്കും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എനിക്ക് ബയോളജി സയൻസ് കിട്ടുമോ അല്ലെങ്കിൽ കൊമേഴ്സ് കിട്ടുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ SSLCയുടെ മാർക്ക് നോക്കാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കോഴ്സുകളും സ്കൂളുകളും ഓപ്ഷനായിട്ട് വെക്കുക. അല്ലാതെ എനിക്ക് ഇത്ര ഒരു D+ ആണ് അല്ലെങ്കിൽ 5 D+ ആണുള്ളത്, എനിക്ക് സയൻസ് കിട്ടില്ല അല്ലെങ്കിൽ കൊമേഴ്സ് കിട്ടില്ല എന്നൊക്കെ കരുതി ഇഷ്ടമില്ലാത്ത കോഴ്സുകളൊന്നും ഓപ്ഷനായിട്ട് വെക്കാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വെക്കാം. ഓപ്ഷൻ വെക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കിട്ടിയാൽ പ്രോബ്ലം ഇല്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളിപ്പോൾ 10 സ്കൂളിലാണ് അപേക്ഷിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ 10 സ്കൂളുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ ആ ഒരു 10 സ്കൂളുകളിലേക്കും നിങ്ങൾ സയൻസ് ഗ്രൂപ്പ്, അതായത് ബയോളജി സയൻസ് ഗ്രൂപ്പ് ഓപ്ഷനായിട്ട് വെക്കുക. അതിൻ്റെ കോഴ്സ് നമ്പർ 1 ആണ്. അപ്പോൾ ആ ഒരു കോഴ്സ് ഫസ്റ്റ് വെക്കുക. അതിനുശേഷം അടുത്തതായിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു 10 സ്കൂളുകളിലേക്കും സയൻസ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത 10 സ്കൂളുകളിലേക്ക് തന്നെ, അതായത് 11, 12 ഈ രീതിയിൽ 20ത്തെ ഓപ്ഷനായിട്ട് വരെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് നൽകുക. അതിനുശേഷം വീണ്ടും ഇതേ സ്കൂളുകളിലേക്ക് തന്നെ യഥാക്രമം നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിന് നൽകിയ ശേഷം അതിനുശേഷം കൊമേഴ്സ് നൽകുക, അതിനുശേഷം പിന്നീട് ഹ്യൂമാനിറ്റീസ് നൽകുക. ഇങ്ങനെ നൽകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10 സ്കൂളുകളിലേക്ക് ഓപ്ഷൻ നൽകിയെന്ന് കരുതുക. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആവും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസിനെ പരിഗണിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മുൻഗണനാക്രമത്തിൽ ആദ്യം നൽകണം. കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു കാര്യത്തിൽ തെറ്റുവരുത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷേങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നൽകിയ ഓപ്ഷൻ, 1ാമത്തെ ഓപ്ഷൻ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് കൊണ്ടുപോയി വെച്ചത്. നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. പിന്നീട് ട്രാൻസ്ഫർ വഴിയാണ് പിന്നീട് മറ്റൊരു കോഴ്സിലേക്ക് ആ ഒരു കുട്ടിക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മാറിയിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമേ ആദ്യം വെക്കാവൂ. അതിനുശേഷം മാത്രമാണ് താല്പര്യമില്ലാത്ത കോഴ്സുകൾ വെക്കേണ്ടത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ 1, 2, 3, ഇപ്പോൾ 4, 5 ഓപ്ഷൻ നൽകിയെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു സയൻസ്, അതുപോലെ തന്നെ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് ഫുൾ സയൻസ് ആണ് കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു 1ാമത്തെ ഓപ്ഷൻ നൽകാൻ സാധിക്കുമോ, ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നൽകാൻ പറ്റുമോ. അത് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷനാണ് ചെക്ക് ചെയ്യുക. അതിനുശേഷം 3ാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യും, അതിനുശേഷം 4ാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പോയിട്ട് അതിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. പിന്നീട് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിരിക്കണം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. കാരണം അതിന് മുകളിലായിട്ട് ഈ 1ാമത്തെ ഓപ്ഷന് മുകളിലായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം സയൻസ് ഗ്രൂപ്പ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ് ഈ ഒരു രീതിയിൽ നൽകുക. നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടല്ല ഓപ്ഷൻ നൽകേണ്ടത്, നിങ്ങളുടെ താല്പര്യം, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാനുള്ള താല്പര്യം അതിനനുസരിച്ച് ഓപ്ഷൻ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ
ആ ഒരു സ്കൂളിൽ പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്ന സ്കൂളുകളിലാണ് ഓപ്ഷനായിട്ട് നൽകേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്തെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ വെക്കാതെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ സാധിക്കുന്ന സ്കൂളുകളിൽ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ മെയ് 16-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നൽകുന്ന സമയത്ത് തെറ്റാതെ നൽകുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ നൽകുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുള്ളത് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.